മറ്റു വാർത്തകൾ നോക്കാം. CPM ജനകീയ പ്രതിരോധ ജാഥയിൽ EP ജയരാജൻ അല്പസമയത്തിനകം പങ്കെടുക്കും. തൃശൂർ ജില്ലയിലാണ് EP ജാഥയുടെ ഭാഗമാകുന്നത്. പ്രത്യേക പാർട്ടി നിർദ്ദേശത്തെ തുടർന്നല്ല ജാഥയ്ക്കെത്തിയതെന്ന് തൃശൂരിൽ എത്തിയ EP ജയരാജൻ പറഞ്ഞു. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നില്ല എന്ന് മാധ്യമങ്ങൾ വല്ലാതെ പുകമറ സൃഷ്ടിക്കുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. എന്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി പറയുന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ തിരിച്ചോ? ഞാൻ എപ്പോഴും സജീവമുണ്ടല്ലോ. ഞാനിപ്പോഴും യാത്രയിലാണല്ലോ. ഇവിടെ വന്നത് ഇതിൽ വന്നതിൽ യാത്രയിലാണല്ലോ. ഞാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പോവുകയും പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു നിങ്ങളുടെ ഈ ഉന്നയിക്കുന്ന പ്രശ്നം തന്നെ പ്രസക്തിയുള്ളതല്ല. ഇത് നിങ്ങൾക്ക് വാർത്തയുണ്ടാക്കാൻ നല്ല മാധ്യമപ്രവർത്തകരായതുകൊണ്ട് നിങ്ങൾ EMS പറയും പോലെ സൽബുദ്ധികളും കുബുദ്ധികളും, അതുകൊണ്ട് വാർത്ത ഉണ്ടാക്കാനും ഇല്ലായ്മ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങളൊന്നേ എനിക്ക് പറയണം, മാധ്യമധർമ്മം പാലിക്കണം. അവരെന്നെ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. ഫോണിൽ ബന്ധപ്പെട്ടിട്ട് പിന്നെ നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കണം. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമറാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ വിഷമിച്ചതിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമത്തിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരി വിവരങ്ങളുമായി. പ്രസാദ്, ജാഥയിൽ എപ്പോഴാണ് ഭാഗമാകുന്നത്? ഇതുവരെ ഉണ്ടായിട്ടുള്ള അഭ്യൂഹങ്ങളെല്ലാം തള്ളിക്കളയുമ്പോഴും അതിൽ വ്യക്തമായി തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് മറുപടി പറയുന്നുണ്ട് എന്ന് കരുതാമോ? വിവരങ്ങൾ എന്താണ്? എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇന്ന് തൃശൂർ ജില്ലയിലെ അവസാന പരിപാടിയിലാണ് EP ജയരാജൻ പങ്കെടുക്കുക. വൈകിട്ട് 5 മണിക്ക് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ജാഥ സ്വീകരണത്തിൽ പങ്കെടുക്കുമെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 പരിപാടികളാണ്. ഒന്ന് കുന്നംകുളത്തും ചാവക്കാടുമാണ് ജാഥയ്ക്ക് സ്വീകരണം. അതിനുശേഷമാണ് തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സ്വീകരണം ഉണ്ടാകുക. എന്തായാലും EP ജയരാജൻ പറഞ്ഞത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല താൻ ഇന്ന് പങ്കെടുക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ഒരു വിവാദം സൃഷ്ടിക്കുകയും പുകമറ സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടുകൂടിയാണ് താനിപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത്. ഇനി കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്നുകൊണ്ടുകൂടിയാണ്. അല്ലാതെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നിർദ്ദേശവുമില്ല. പാർട്ടി LDF കൺവീനർ എന്ന നിലയ്ക്കും പാർട്ടി അംഗം എന്ന നിലയ്ക്കും താൻ വിവിധ പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുക്കുന്നതാണ്. എന്നാൽ കാസർഗോഡ് ഉൾപ്പെടെ നടന്ന സമ്മേളനങ്ങളിൽ അതിൽ അതായത് നിശ്ചയിച്ചിട്ടുള്ള നേതാക്കന്മാരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. അങ്ങനെ വിട്ടുനിന്നു എന്നുള്ള പ്രചരണം ശരിയല്ല എന്നതും EP ജയരാജൻ വ്യക്തമാക്കി. പ്രസാദ് ഉടുമ്പിശ്ശേരി വിവരങ്ങൾ നൽകിയത്. വൈദികം ആയുർവേദ ചികിത്സാ കേന്ദ്രമാണെന്നും താൻ അവർക്ക് വേണ്ട ഉപദേശവും നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നും EP ജയരാജൻ. അതല്ലാതെ റിസോർട്ടുമായി തനിക്ക് ഒരു ബന്ധവുമില്ല. മാധ്യമങ്ങൾ വല്ലാതെ പുകമറ സൃഷ്ടിക്കുന്നുവെന്നും EP കുറ്റപ്പെടുത്തി. അതൊരു ആയുർവേദ ശുശ്രൂഷ കേന്ദ്രമാണ്. ഞാൻ അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും കൊടുക്കാറുണ്ട്. അത് അവർക്ക് മാത്രമല്ല, നിങ്ങൾ ഈ തൃശ്ശൂരിൽ തന്നെ എത്ര സ്ഥാപനങ്ങൾക്ക് ഞാൻ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചില കച്ചവടക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. SDPI ബന്ധത്തെ ചൊല്ലി ആലപ്പുഴ CPMൽ പൊട്ടിത്തെറി. ചെങ്ങന്നൂർ ചെറിയനാട് സൗത്ത് ലോക്കൽ സെക്രട്ടറിയുടെ SDPI ബന്ധത്തെ തുടർന്ന് 38 പാർട്ടി അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദിന്റെ ബിസിനസ് പങ്കാളിയാണ് SDPI നേതാവ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ സ്വന്തം വാർഡിൽ SDPI ജയിച്ചതിന് പിന്നിലും ഒത്തുകളിയാണെന്നുള്ള ആരോപണവുമുണ്ട്. 4 ബ്രാഞ്ച് സെക്രട്ടറിമാരും വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികളുമാണ് കൂട്ടത്തോടെ രാജിവെച്ചത്. ഈ രാജിക്കത്തുകളുടെ പകർപ്പുകൾ ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ കുട്ടനാടിന് പുറമെ ചെങ്ങന്നൂരിലും കൂട്ടരാജി തുടരുകയാണ്. പാർട്ടിക്കുള്ളിലെ ഉൾപ്പോരാണ് കുട്ടനാട്ടിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെങ്കിൽ ഒരു പടി കൂടി കടന്ന് ചെങ്ങന്നൂരിൽ SDPIയുമായുള്ള ബാന്ധവമാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. ചെങ്ങന്നൂർ ചെറിയനാട് സൗത്ത് ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള 38 പാർട്ടി അംഗങ്ങളാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദിന്റെ SDPI ബന്ധത്തെ തുടർന്ന് CPM ജില്ലാ സെക്രട്ടറി R നാസറിന് രാജിയും സംസ്ഥാന നേതൃത്വത്തിന് പരാതിയും നൽകിയത്. കൊല്ലകടവിൽ പ്രവർത്തിക്കുന്ന K-ടൗൺ കഫേ എന്ന സ്ഥാപനം ഷീദ് മുഹമ്മദിന്റെയും SDPI പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവ് അഷാദിന്റെയും ഉടമസ്ഥതയിലുള്ളതാണെന്ന് പ്രവർത്തകർ വ്യക്തമാക്കുന്നു. ചെങ്ങന്നൂർ ABVP നേതാവ് വിശാൽ വധക്കേസ് പ്രതിയും SDPI പ്രവർത്തകനുമായ ആഷിഖിനൊപ്പം LC സെക്രട്ടറി സ്ഥാപനത്തിന്റെ കൗണ്ടറിൽ നിൽക്കുന്ന ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയാണ് പരാതി. സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത വർഗീയവിരുദ്ധ സദസ്സും ചെറിയനാട് നടത്താത്തതിന് പിന്നിലെ കാരണം പരിശോധിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്.
സ്വന്തം വാർഡിൽ CPMന്റെ സിറ്റിംഗ് സീറ്റിൽ SDPI സ്ഥാനാർത്ഥി വിജയിച്ചതിന് പിന്നിലും CPIM 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും രഹസ്യ ബാന്ധവത്തിന്റെ തെളിവാണെന്ന് രാജിക്കത്തിൽ പ്രവർത്തകർ ആരോപിക്കുന്നു. ഓട്ട, ഫീസ്, കൊരണ്ടിപ്പള്ളിശ്ശേരി, ചെറുമിക്കാട്, ആഞ്ഞിലിച്ചൂട് എന്നീ CPM ബ്രാഞ്ചുകളിലെ സെക്രട്ടറിമാരും SFI ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി, DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, CI2 ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി, SFI ചെറിയനാട് സൗത്ത് മേഖലാ സെക്രട്ടറി, DYFI യൂണിറ്റ് സെക്രട്ടറിമാർ, KSKTU മേഖലാ സെക്രട്ടറി എന്നീ പ്രമുഖർ രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു. ഏരിയ നേതൃത്വത്തെ സമീപിച്ചിട്ടും ഫലം കാണാതായതോടെ ഫെബ്രുവരി 22-ന് ചാരമൂട് വെച്ച് ജില്ലാ സെക്രട്ടറി നാസറിന് ഇവർ രാജിക്കത്ത് നേരിട്ട് കൈമാറുകയായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാന്റെ സ്വന്തം തട്ടകത്തിലാണ് വർഗശത്രുക്കളുമായുള്ള രഹസ്യ ബാന്ധവത്തിന്റെ പേരിൽ പാർട്ടിയുടെ യുവനിര ഒന്നടങ്കം രാജിവെച്ചതെന്നതാണ് ശ്രദ്ധേയം. തിങ്കളാഴ്ച നാസറിന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ചെങ്ങന്നൂരിൽ ഏരിയ കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. ഏരിയ നേതൃത്വത്തെ പലതവണ സമീപിച്ചിട്ടും പ്രശ്നപരിഹാരമാകാതായതോടെയാണ് ജില്ലാ നേതൃത്വത്തെ ചെങ്ങന്നൂരിലെ യുവനിര സമീപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പാർട്ടി എന്ത് നിലപാട് കൈക്കൊള്ളുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണേണ്ടത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഒരിക്കൽ ചർച്ച ചെയ്ത് പരിഹരിച്ച വിഷയമാണെന്നും അന്വേഷിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ ന്യൂസ് 18നോട് പറഞ്ഞു. അതേസമയം കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തി. SDPIയെ വളർത്താനാണ് CPM ശ്രമമെന്ന് കോൺഗ്രസ് നേതാവ് A. ഷുക്കൂർ ആരോപിച്ചു. ചെങ്ങന്നൂരിൽ മാത്രമല്ല ആലപ്പുഴയിലെ പല കേന്ദ്രങ്ങളിലും CPM SDPI ബാന്ധവം സജീവമാണ്. അമ്പലപ്പുഴയിൽ ഇത് പ്രകടമായ തെളിവാണെന്നും ഷുക്കൂർ ആരോപിച്ചു. ചെങ്ങന്നൂർ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ പല സുപ്രധാന കേന്ദ്രങ്ങളിലും ഇവർ തമ്മിൽ ഒരുമിച്ചാണ്. അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവ് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ MLAയോട് ചോദിച്ചാൽ അതിന്റെ വിശദാംശങ്ങൾ അറിയാം. പക്ഷെ ഒരിക്കലും അവരിതൊന്നും പുറത്തു വരാൻ സമ്മതിക്കില്ല. പുറത്തു വന്നാലുണ്ട് അത് അംഗീകരിക്കാനും തയ്യാറാകില്ല. ആലപ്പുഴയിലെ CPMൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. KPCC അധ്യക്ഷനെ ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ വീണ്ടും കലാപക്കൊടി. MK രാഘവന് പിന്തുണയുമായി എത്തിയ K. മുരളീധരൻ MP വിമർശനങ്ങൾ അച്ചടക്ക ലംഘനമല്ലെന്നും തനിക്കും നേതൃത്വത്തോട് വിയോജിപ്പുണ്ടെന്നും പരസ്യമാക്കി. എന്നാൽ പൊതുവേദിയിലെ വിമർശനങ്ങൾ ശരിയായില്ലെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ആരും ഒന്നും പറയാൻ തയ്യാറില്ല. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരും തയ്യാറില്ല. പറഞ്ഞ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളത് വലിയ പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. സ്ഥാനം വേണമെങ്കിൽ, മാനം വേണമെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന രീതിയിലാണ് ഇന്നത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് സാഹചര്യം പറയേണ്ടി വരുന്ന ദുഃഖമുണ്ട്. കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ മിണ്ടാതിരിക്കണമെന്ന MK രാഘവൻ MPയുടെ വിമർശനം ഒറ്റപ്പെട്ടതല്ലെന്ന് തെളിയിക്കുന്നു K. മുരളീധരൻ MPയുടെ തുറന്ന പിന്തുണ. പ്ലീനറി സമ്മേളനത്തിലും സമാനമായ വിമർശനം ഉയർന്നെന്നും രാഘവന്റെ പ്രസംഗം പാർട്ടി വേദിയിൽ തന്നെയാണെന്നും K. മുരളീധരൻ. അനർഹർ നോമിനേഷനിലൂടെ കടന്നുകയറുന്നുവെന്നും പരസ്പരം ചർച്ച നടക്കുന്നില്ലെന്നും K. മുരളീധരൻ കുറ്റപ്പെടുത്തി. KPCC അധ്യക്ഷൻ ഉടൻ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണം. അല്ല, ഗൂഢലക്ഷ്യം എന്താണെന്ന് പ്രസിഡന്റിനോട് നിങ്ങൾ നേരിട്ട് ചോദിക്കുന്നതാണ് നല്ലത്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നു. അത് മൊത്തത്തിൽ പല സംശയങ്ങളും ഉണ്ട് പല പ്രവർത്തകർക്കും. അത് പലരും പല രീതിയിൽ പ്രകടിപ്പിക്കുന്നത് മാത്രം. പിന്നെ ഞാൻ പ്രകടിപ്പിച്ചാൽ ഒരു വിവാദമാകുന്നുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. മിണ്ടാതിരുന്നാൽ കുറച്ചുകൂടെ ഒരു ഗ്രേസ് മാർക്ക് കിട്ടും. രാഘവന് പാർട്ടിക്കകത്ത് തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ അവസരമുണ്ടായിരുന്നെന്നും ചർച്ചകൾ പുറത്തു പറയുന്നത് ശരിയല്ലെന്നും KC വേണുഗോപാലിന്റെ മറുപടി. പൊതുമധ്യത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നത് പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാക്കില്ല. പാർട്ടി വേദികളിൽ പറയണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വിവാദത്തിൽ KPCC അധ്യക്ഷൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അല്ല, ഞാനതിനെ കുറിച്ച് പറയണത് ശരിയല്ലല്ലോ. സംഘടനാപരമായ ഒരു തീരുമാനമാണ് ആ കാര്യത്തിൽ വേണ്ടത്. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് KPCC പ്രസിഡന്റാണ്. ശശി തരൂരിന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ച MK രാഘവൻ നേരത്തെ തന്നെ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടാണ്. MK രാഘവന്റെ പരാമർശങ്ങൾ അനവസരത്തിലാണെന്നും നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നുമാണ് DCC അധ്യക്ഷൻ നൽകിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. പക്ഷേ നടപടിയുണ്ടായാൽ MK രാഘവൻ ഒറ്റയ്ക്കാകില്ലെന്ന സൂചന K. മുരളീധരന്റെ പ്രതികരണത്തിൽ ഉണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. പൊങ്കാലയ്ക്കൊരുങ്ങി ആറ്റുകാൽ. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ വിളക്ക് കെട്ട് സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ ഈ വിളക്ക് കെട്ടിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ്. ആ കാഴ്ചകളിലേക്ക്. സാധാരണ പുരുഷന്മാരാണ് വിളക്കുകെട്ടുകൾ നിർമ്മിക്കുന്നതും അത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിക്കുന്നതും.
എന്നാൽ ഇവിടെ വിളക്കുകെട്ട് നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ധന്യയും രമ്യയുമാണ്. ഫസ്റ്റ് ഡേ, അതായത് ഞങ്ങളുടെ അവിടെ നിൽക്കുന്ന കുറച്ച് പേര് ഇല്ലായിരുന്നു. ഫസ്റ്റ് ഡേ ഇല്ലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ കൊച്ചിലെ മുതലേ ഞങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആൺകുട്ടികളാണ് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ 2 പേര് പെൺകുട്ടികളായതുകൊണ്ട് അച്ഛനോട് ഇതുവരെ ഞങ്ങൾക്ക് നിൽക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഇതുപോലെ ഇത്ര ഫിനിഷിംഗ് ആയിട്ടോ ഒന്നും ചെയ്യുന്ന കണ്ടില്ല. അപ്പം എനിക്കിപ്പോൾ 30 years ആയിട്ടുണ്ട്. ഇത്രയും വർഷം ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ ഇത് കണ്ടു വളർന്നതാണ്. ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ ഇത് ഭയങ്കരമായിട്ട് മോശമായതുപോലെ ഫീൽ ചെയ്തു. അപ്പം അച്ഛൻ ഒറ്റയ്ക്ക്, ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. സങ്കടമായിരുന്നു അന്ന്, ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര വിഷമമായിരുന്ന ആളില്ല കൂടെ. എനിക്ക് 2 ആൺകുട്ടികളായിരുന്നെങ്കിൽ എന്റെ കൂടെ കാണുമല്ലോ എന്ന് അച്ഛനങ്ങനെ തോന്നി. അപ്പൊ ആ വിഷമം അത് കണ്ടപ്പോൾ വിചാരിച്ചു, എന്തുകൊണ്ട് പെണ്ണിന് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, കഴിയില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാച്ചാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി വന്നത്. പിന്നെ കാര്യം ചെയ്യാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഒരൽപ്പം വൈകിയെങ്കിലും മക്കൾ വിളക്കുകെട്ട് നിർമ്മാണത്തിൽ ഒപ്പം കൂടിയതിന്റെ സന്തോഷത്തിലാണ് മോഹനൻ. അടുത്ത തവണ അവർ ആദ്യം മുതൽ ഇതിന്റെ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഐഡിയ ഒക്കെ ഒരു പ്രത്യേക മോഡലായിട്ടൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. ഞാനിത്തിരിയൊക്കെ പല മോഡലൊക്കെ ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ ആളില്ല, സപ്പോർട്ടിന് ആളില്ല. ഉണ്ടായിരുന്നവരൊക്കെ ഒരുവിധമൊക്കെ പണി പഠിച്ചു കഴിഞ്ഞാൽ അവർ വേറെ ഗ്രൂപ്പായിട്ടൊക്കെ പോവാണ്. അങ്ങനെ ഈ പ്രാവശ്യം വേണ്ട, ഒന്നും ചെയ്യേണ്ട, മതിയാക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് കുറച്ച് കഴിഞ്ഞാൽ, ഞാൻ പാരമ്പര്യ കുടുംബത്തിലെ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിന് മോഹനം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരിങ്ങനെ ആവശ്യപ്പെട്ട് പിന്നെ അവരതെല്ലാം ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ ആണ് വീണ്ടും തുടങ്ങിയത്. അപ്പോൾ ആൾക്കാർ കുറവായതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഇവിടെ നിൽക്കുന്ന എല്ലാം പുതിയ ആൾക്കാരാണ്. ഇവർ ഈ വർഷം അരങ്ങേറ്റാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് അത്ര സ്പീഡും കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ എൻ്റെ മക്കളും കൂടി അതിനെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ വളരെ സന്തോഷമുണ്ട്. മക്കൾക്കൊപ്പം അടുത്ത പൊങ്കാല മഹോത്സവത്തിന് കൂടുതൽ മികവുറ്റ വിളക്കുകെട്ടുകൾ നിർമ്മിക്കാനാണ് മോഹനന്റെയും ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം. സമ്മാന പദ്ധതിയിലൂടെ 6 സെന്റ് ഭൂമി സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് കാസർഗോഡ് ചെറുവത്തൂർ കുട്ടമത്തെ വി ബിന്ദു. കണ്ണങ്കൈ നാടകവേദിയും വനിതാ കൂട്ടായ്മയും നാടകോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയിലാണ് ബിന്ദുവിന് 6 സെന്റ് ഭൂമി സമ്മാനമായി ലഭിച്ചത്. പതിവ് സമ്മാനങ്ങൾക്കപ്പുറം പ്രയോജനകരമായതെന്ത് എന്ന ആലോചനയാണ് കണ്ണങ്കൈ നാടകവേദിയെ ഈ സത്പ്രവൃത്തിയിലെത്തിച്ചത്. സമ്മാന പദ്ധതിയിൽ വിജയികളാകുന്നവർക്ക് വീട് വയ്ക്കാൻ ഭൂമി സമ്മാനമായി നൽകാനാണ് കൂട്ടായ്മ തീരുമാനിച്ചത്. ഇതിന് അനുയോജ്യമായ 5 സെന്റ് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. 1ാം സമ്മാനം ലഭിച്ചത് ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ ബിന്ദുവിനാണ്. 6 വർഷം മുൻപ് ബിന്ദുവിന്റെ ഭർത്താവ് മരിച്ചു. സാമ്പത്തിക ബാധ്യത ഏറെയുള്ള ബിന്ദുവിനാണ് സമ്മാനമെന്നറിഞ്ഞതോടെ 1 സെന്റ് ഭൂമി അധികമായി നൽകാൻ കൂട്ടായ്മ തീരുമാനിച്ചു. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി 6 സെന്റ് ഭൂമിയും 5 തെങ്ങിൻ തൈകളും മൺവെട്ടിയും പച്ചക്കറി വിത്തുകളും നൽകി. ഭൂമിയുടെ ആധാരം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കൈമാറി. നാടകവേദിയിലെ 1ാം സമ്മാനം എനിക്ക് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അത് 5 സെന്റ് പറഞ്ഞത് അവർ 6 സെന്റ് തന്നു. അത് റോഡുണ്ട്, നല്ല സ്ഥലം, പാറയെന്നുള്ള നല്ല മണ്ണിലെ നല്ല സ്ഥലമാണ്. 2ാം സമ്മാനമായി കറവ പശുവിനെ ലഭിച്ചത് അതിഥി തൊഴിലാളിക്കാണ്. ചടങ്ങിൽ JC ഡാനിയൽ എക്സലൻസി പുരസ്കാരം നേടിയ രാമചന്ദ്രൻ തുരുത്തിക്കും പ്രേം നസീർ കർമ്മസേവന കലാരത്ന പുരസ്കാരം നേടിയ ഡാൻസ് മാസ്റ്റർ ബാബു പീലിക്കോടിനും ഉപഹാരങ്ങൾ നൽകി. പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 18 ചെറുവത്തൂർ.